Hello, everyone. Good afternoon, good morning, good evening from wherever you are watching us. ഇന്ന് ഞങ്ങളൊരു അടിപൊളി ടോപ്പിക് ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ ടീം ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ബിൽഡ് യുവർ ഓൺലൈൻ ബിസിനസ് ഫേസ്ലെസ്. സോ ഇത് നമ്മുടെ ബിസിനസ്സിൽ ഒത്തിരി ആളുകൾ ആഗ്രഹമുണ്ട്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അറിയാനും ചെയ്യാനും ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ് കാണിക്കാനോ പിക്ചർ ഇടാനോ ഒക്കെ ഭയങ്കര ഷൈയും ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒത്തിരി ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ഗുഡ് ന്യൂസ് ആണ്. We have a very brand new training launched, and that is about how to build your business, online business faceless. ഫേസ് കാണിക്കാണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്യാം. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ ഒരു ലൈവ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു നോളജ് നമ്മളിവിടെ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു അൺകംഫർട്ട് കാരണമാണ് നിങ്ങൾ ചെയ്യാതിരിക്കുന്നെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. വി ഹാവ് എ ബ്രാൻഡ് ന്യൂ സെഷൻ. സോ ആദ്യം തന്നെ നമുക്ക് റിയനോട് ചോദിക്കാം, റിയയുടെ അഭിപ്രായം എന്താണ് ഇതിനെ കുറിച്ചെന്ന്. വെൽക്കം റിയ. താങ്ക് യു അലീന. ഓക്കെ, ഞാൻ ശരിക്കും ഇപ്പൊ ആലോചിക്കുന്നത് ഇതിന്റെ ഫൗണ്ടേഴ്സ് എത്ര വിഷനോട് കൂടിയാണ് ഈ ബിസിനസ് അവര് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. ഒരു ഇന്റർനാഷണൽ വെണ്ടറാണ്, അവരെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കാര്യങ്ങളുണ്ട്. ഇൻവെന്ററി ഉണ്ട്, അതിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യണം, അതുപോലെ ഷിപ്പിംഗ് ഉണ്ട്, പിന്നെ മണി ട്രാൻസാക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ നിന്ന് ആ വെണ്ടർ കൂടെ നിന്നിട്ട് അതിന് അഡ്വർടൈസ്മെന്റ് പാർട്ട് മാത്രം എടുത്തിട്ടാണ് ഈ ബിസിനസ് ഈ ഫൗണ്ടേഴ്സ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതും അവര് നമുക്ക് എന്നിട്ട് ബിസിനസ് പാർട്ട്നേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഇതിൽ ചേരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബിസിനസ് ചെയ്യണമെങ്കിലും പല പല കാര്യങ്ങളുണ്ട്. മീൻസ് അഡ്വർടൈസ് ചെയ്യാനാണെങ്കിൽ തന്നെ ചെറിയ ആൾക്ക് റിലീജിയൻ വൈസും അല്ലെങ്കിൽ പിന്നെ ഷൈ ആയതുകൊണ്ടും എല്ലാം കൂടെ ആയിട്ട് പല പല കാര്യങ്ങളുണ്ട്. മീൻസ് നമ്മുടെ അഡ്വർടൈസ് ചെയ്യുന്നതിന് നമ്മളെ ഫേസ് കാണിക്കണോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ഇതിൽ ജോയിൻ ചെയ്തപ്പം തന്നെ മെരീന എന്നെ ഒരു ഇതിന്റെ ഗ്രൂപ്പിൽ ബിസിനസ് ഓണേഴ്സിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പോൾ അതിൽ ഏകദേശം $237,000 ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, വേൾഡ് വൈഡ് ആണ്, ഇത്രയും ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പലരും ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ഷൈ ആയിട്ടുള്ളതും. പിന്നെ അതുപോലെ ഞാനാണെങ്കിൽ ഇപ്പം എന്റെ വാട്സാപ്പിലും എന്റെ സൂം മീറ്റിംഗിലൊന്നും എന്റെ പ്രൊഫൈൽ പിക്ചർ വരെ വെച്ചിട്ടില്ല. മീൻസ് അതിന്റെ ആവശ്യമില്ല, വാട്സാപ്പിൽ ആവശ്യമില്ല, സൂം മീറ്റിംഗിൽ സാധാരണ ആവശ്യമില്ല. ഞാൻ പിന്നെ ആണെങ്കിൽ കുറെ റിലീജിയൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊന്നും നമ്മുടെ ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് വെച്ചിട്ടുമില്ല. അപ്പൊ പക്ഷെ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മുടെ ഫേസ് ചിലപ്പോൾ കാണിക്കേണ്ട വരും എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ ഞാൻ കുറെ എന്നെ പോലെ ഹിജാബ് എന്നാണ് ഇതിനെ പറയാന്, ഹിജാബ് ഇട്ട ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എങ്ങനെ ചെയ്യുന്നു. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ നിക്കാബ് ഇട്ടിട്ട് ഇങ്ങനെ മുഖം ഫുള്ള് മറിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ മന്ത്ലി ഫോർ നമ്പേഴ്സ് ഓർ 4 ഫിഗർ ഓർ 5 ഫിഗർ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് സോഷ്യൽ മീഡിയയിലാണ് അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്, എന്നിട്ട് ഇതൊക്കെ മുഖമൊക്കെ മറിച്ചിട്ട് അവർക്ക് എങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും എനിക്കും പറ്റും, എനിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ ഫേസ് ഒക്കെ കാണിക്കും എന്നുള്ളത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിപ്പോ ജോബിന് പോകുന്നുണ്ട്, അതിന് ഞാൻ എത്രയോ മീറ്റിംഗ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ ഒരു ജോബിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ജോബിന് വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇതിലൊരു ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത്, അപ്പൊ ഓക്കെ എന്നുള്ളത്. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് ഈ ബിസിനസ് ഇവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ എല്ലാവരെയും കണ്ടിട്ടാണെന്നുള്ളത്. പിന്നെ നമുക്കിപ്പം ഒരു കണ്ടന്റ് ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് ഒരു വിൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ആ കണ്ടന്റ് എടുത്ത് നിങ്ങളുടെ പേജില് വെബ്സൈറ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത്രയും ഈസി ആക്കിയിട്ടാണ് ഇവര് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പം ഫേസ്ലെസ് മാർക്കറ്റിംഗ് എന്നപ്പോ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നല്ലതായിരിക്കുമല്ലോ എന്നുള്ളത്. അപ്പം നോക്കിയപ്പം വളരെ നല്ലതാണ്. അപ്പം ബാക്കി വരാരെങ്കിലും. താങ്ക് യു റിയ, താങ്ക് യു സോ മച്ച്. റിയ പറഞ്ഞ പോലെ നമ്മുടെ ഫൗണ്ടേഴ്സ് അത്രയും വിഷനുള്ള ആളുകളാണ്, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത്. അതായത് അൺകംഫർട്ടബിൾ ആയിട്ട് ക്യാമറയിൽ വരാൻ പറ്റാത്ത ആളുകളെയും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലായിട്ടാണ് നമ്മുടെ ബിസിനസ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് റിയലി എ ഗുഡ് വിഷൻ അല്ലേ? ഒരിക്കലും അങ്ങനെ ഒരു ബിസിനസ് മോഡൽ ഒരിക്കലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അവര് അത്രയും വിഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണ്. ആൻഡ് എവറി ഡേ നമ്മുടെ ട്രെയിനിങ്സ് ഓരോ ദിവസവും ബെറ്ററായി കൊണ്ടിരിക്കുന്നതാണ്.
ഓക്കെ, സോ താങ്ക് യു സോ മച്ച് റിയ ഫോർ ഷെയറിംഗ് ദാറ്റ്. ഇനി നമുക്ക് ഷിനോജേട്ടന്റെ അഭിപ്രായം ചോദിക്കാം അതിനെക്കുറിച്ച്. ഷിനോജേട്ടൻ എന്താ പറയാനുള്ളത്? Hi, Belina. Once again, thank you to all the weekly team meeting. ഇന്ന് ഞങ്ങൾക്ക് ഫ്രാൻസി ഉണ്ട്, ഫ്രാൻസി ഫ്രം ഫൊറണ്ട. വി വെൽക്കം ഫ്രാൻസി ടു ടീം മീറ്റിംഗ്. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫേസ്ലെസ് മാർക്കറ്റിംഗ്. നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ എല്ലാ ബിസിനസ്സും ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ വർഷം 2025 21st സെഞ്ചുറി ആണ്. എന്തെല്ലാം ടൂൾസ് നമുക്ക് സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ബിസിനസ്സിന് നമുക്ക് നല്ലതായിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പല ആൾക്കാരും ജോലി ചെയ്യുന്ന ആൾക്കാരായി ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നവർ. കാരണം പ്രൈമറി ജോലിയോടൊപ്പം തന്നെ അവർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ആയിട്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷെ അവർക്കൊക്കെ പലയിടത്തും എംപ്ലോയറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കൊലീഗ് ഒക്കെ ഉള്ളതുമ്പം ആദ്യം അവർക്കൊക്കെ ഒരു വീഡിയോ വരുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഈ ഫേസ്ലെസ് മാർക്കറ്റിംഗ് വളരെ സഹായകരമാണ്. കാരണം അവർ തുടക്കത്തിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എംപ്ലോയർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. നല്ലൊരു സ്ട്രാറ്റജിയാണ് ഈ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ ഫേസ്ലെസ് വീഡിയോ നമ്മൾ തുടക്കത്തിൽ അത് യൂസ് ചെയ്താലും കുറെ കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഓഡിയൻസിലോട് വരാൻ പറ്റും. അതിനുള്ള ടെക്നോളജിയും സ്ട്രാറ്റജിയും സപ്പോർട്ട് എല്ലാം നമ്മുടെ ട്രെയിനിങ് സൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം വീഡിയോയിലോട്ട് വരുന്ന ഒരാളല്ലായിരുന്നു. ഞാനൊരു ഷൈ ആയിട്ട് ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വളരെ സ്വന്തമായിട്ട് തന്നെ ലൈവ് ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല. എനിക്ക് ഫേസ്ലെസ് ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഫേസ് ഏത് സമയം നൈറ്റ് വേണേൽ നൈറ്റ് റെഡിയാ. അത്രയ്ക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം, നമ്മുടെ ഈ ട്രെയിനിങ് സൈറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ അമേസിംഗ് ആയിട്ടുള്ള ഈ ടീം, ഇപ്പൊ ഞങ്ങള് ഒരു പ്ലാൻ ചെയ്തേക്കുന്നത് കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി ഒരു കമന്റ് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ലൈവ് പ്രോഗ്രാം തന്നെ നമ്മൾ വീക്ക്ലി 2 പ്രാവശ്യം ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പുതിയ പുതിയ ടോപ്പിക്കൊക്കെ ആയിട്ട് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷിനോജേട്ടാ. ഷിനോജേട്ടന്റെ ആ ഒരു തോട്ട് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അല്ലേ, ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ജോലി സ്ഥലത്തുള്ള ആൾക്കാര് കാണണ്ട, അല്ലെങ്കിൽ ഇനി പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്, ഒരേ സമയം അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ബിസിനസ്, ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ പറഞ്ഞ അത് കൂടാണ്ട് ഫേസ്ലെസ് ആയിട്ട് നമ്മൾ തുടങ്ങിയാലും ഇൻ ദ എൻഡ് നമുക്ക് ഫേസ് കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റും നമ്മളെ ബിസിനസ്സും നമുക്ക് ഗ്രോ ചെയ്യാനും കൂടി പറ്റും. അല്ലെ, ആസ് ഡേയ്സ് ഗോ ബൈ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലേക്ക് തന്നെത്താനെ കയറി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് കാർത്തികയുടെ ഒപ്പീനിയൻ എന്താന്ന് ചോദിക്കാം. കാർത്തികയ്ക്ക് എന്താ തോന്നുന്നത് ഈ പുതിയ ട്രെയിനിങ്ങിനെ കുറിച്ച്? താങ്ക് യു ചേച്ചി. ഓക്കെ, ഫേസ്ലെസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫേസ്ലെസ് ബിസിനസ് എന്നുള്ള രീതിയിൽ കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നി. കാരണം ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് എൻക്വയറി ചെയ്യുന്ന എല്ലാവർക്കും എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. അതായത്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് മുഖം കാണിക്കാൻ പേടിയാണ്, എനിക്ക് ഭയങ്കര ഷൈ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഞാൻ അത്ര സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് ആയിട്ടുള്ള ആളല്ല. അപ്പൊ എനിക്ക് വന്ന് ഇങ്ങനെ നിങ്ങൾ നമ്മുടെ പേജൊക്കെ കാണുന്നവരായിരിക്കുമല്ലോ ചിലരൊക്കെ, നിങ്ങൾ പോകുന്ന പോലെ ലൈവ് ഒന്നും എനിക്ക് വരാൻ പറ്റില്ല, എനിക്കിങ്ങനെ മുഖം കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇടുന്ന പോലെ പോസ്റ്റ് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും സംശയമാണ് എല്ലാവർക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ, അതായത് ഒരു ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ ശരിക്കും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫേസ്ബുക്ക് ബിസിനസ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത്, നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തത്, ഓൺലൈൻ ബിസിനസ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ പലരുടെയും കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ചിലപ്പോൾ വീട്ടിലിരുന്ന് മുഖമൊന്നും കാണിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കാം പലരുടെയും ഇഷ്ടം. അത് അങ്ങനെ ഏൺ ചെയ്യുന്നതായിരിക്കാം പലരും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കണമെന്നുള്ളവർക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മുടെ ഈ ഫേസ്ലെസ് ബിസിനസ് എന്ന് പറയുന്നത്. സോ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, എന്നോട് എൻക്വയറി ചെയ്ത ആൾക്കാരും നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ പലരോടും എൻക്വയറി ചെയ്ത ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത് ഈ ഫേസ്ലെസ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് ഇൻ ടു ഇറ്റ്, ഡോണ്ട് ഹെസിറ്റേറ്റ്. അതെ അതെ, താങ്ക് യു കാർത്തിക. വെരി ഗുഡ് പോയിന്റ് ആണ് കാർത്തിക പറഞ്ഞത്. നിങ്ങൾക്ക് തീരെ നിവൃത്തിയില്ല, പക്ഷെ ഈ ബിസിനസ് ചെയ്യണം, ഒട്ടും തന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിലും
നിങ്ങൾക്ക് ബിസിനസ്, അതായത് ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ഫൗണ്ടേഴ്സ് ഇവിടെ തുറന്ന് നമുക്ക് തന്നേക്കുന്നത്. സോ യു ഹാവ് എവറി വേ ടു ഡു ദിസ് ബിസിനസ്. ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണം അത് റെഡിയാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ മനസ്സും ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ എവറിത്തിങ് ഇസ് റെഡി ഫോർ യു. അപ്പൊ ഇന്ന് നമ്മുടെ അടുത്തത് നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഈ ലൈവിൽ തന്നെ ആദ്യമായിട്ട് വരുന്ന ഒരാളാണ്. ജിൻസിയും ഇതുപോലെ പേടിച്ചിരുന്നതാണ് ആദ്യമൊക്കെ, പക്ഷേ ഇപ്പൊ വളരെ ആക്റ്റീവായിട്ട് വളരെ സ്മാർട്ടായിട്ട് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ലൈവിൽ വന്നേക്കുന്നതാണ്. സോ വെൽക്കം ജിൻസി ആൻഡ് എ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ടേക്കിംഗ് ദിസ് സ്റ്റെപ്പ് ആൻഡ് കമ്മിങ് ഇൻ ടു ദിസ് ലൈഫ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. താങ്ക്സ് മെലീന ചേച്ചി. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യമൊക്കെ ബിസിനസ്സിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരുപാട് പേർക്ക് ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻസി എവിടെ നിന്നാന്ന് അല്ലെങ്കിൽ ജിൻസിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞേക്ക്. ജിൻസി ആദ്യമായിട്ട് ലൈവിൽ വരണേല്ലേ? എൻ്റെ പേര് ജിൻസി. ഞാൻ കാൽഗരി ആൽബർട്ട കാനഡയിൽ നിന്നാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് IT ആണ്. ഞാൻ ഫുൾ ടൈം IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു എക്സ്ട്രാ ഇൻകം വേണമെന്ന്, എൻ്റെ ബിൽസ് പേ ചെയ്യാൻ ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്ന് ഓർത്തിട്ടാണ് ഞാനാണെങ്കിൽ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബിസിനസ് ഇപ്പം ഞാനും ആദ്യം വന്ന സമയത്താണെങ്കിൽ എനിക്കും ഒരു പേടിയായിരുന്നു, എങ്ങനെയാണ് ഫേസ് ഒക്കെ കാണിച്ച് എങ്ങനെയാണ് പോസ്റ്റ് ഇടണത് എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ ഫേസ് എങ്ങനെ കാണിക്കുക അതൊരു ബുദ്ധിമുട്ടാണ് അവർക്ക്. പക്ഷെ നമുക്കാണെങ്കിൽ ഇപ്പോൾ പല ടൂൾസ് വഴി നമുക്കാണെങ്കിൽ ഇങ്ങനെ പോസ്റ്റുകൾ ഇടാം, അതുപോലെ തന്നെ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പല ടൂൾസ് വഴി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് കാണിക്കാതെ തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൺസ് നമ്മൾ കംഫർട്ടബിൾ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഓക്കെ കുറച്ച് ഫേസ് കാണിച്ചൊന്ന് ചെയ്ത് നോക്കാം എന്നൊക്കെ, പിന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കുറച്ചും കൂടെ ഫേസ് കാണിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയും നമുക്ക് ബിസിനസ് ചെയ്യാം. അപ്പോൾ കുറേ ടൂൾസിൻ്റെ ഇപ്പം മാർക്കറ്റ് ഒരുപാട് ടൂൾസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ടൂൾസ് വഴി നമുക്കിങ്ങനെ ഫേസ് കാണിക്കാതെ കുറച്ച് പാർഷ്യലായിട്ട് ഫേസ് കാണിച്ചും നമുക്ക് ബിസിനസ് ചെയ്യാം എന്ന്. ജിൻസി പറഞ്ഞത് കറക്റ്റാണ്. ചിലവർക്ക് പാർഷ്യലായിട്ട് എല്ലാ ദിവസവും കാണിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളവർക്കും ഉള്ള ട്രെയിനിങ്ങും കൂടിയാണിത്. പാർഷ്യലിയും കാണിക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണ്ട എന്നുള്ളവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൈവസിയും നമുക്ക് കീപ്പപ്പ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ. ലൈക്ക് നമ്മുടെ ബിസിനസ് പേഴ്സണൽ പേജിലുള്ള ആളുകൾ ആരും കാണണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് നമ്മൾക്ക് തരുന്നത്. അപ്പൊ നമുക്ക് ഒരു രീതിയിലുള്ള പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ജിൻസിയുടെ ആ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്തതില്. അപ്പൊ നമുക്കിനി അനുവിനോട് ചോദിക്കാം, അനുവിന് എന്ത് തോന്നി ഈ ഒരു ട്രെയിനിങ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ? അനുവിന് എന്താ തോന്നിയത്? ഹായ് ചേച്ചി, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. അപ്പൊ എനിക്ക് തോന്നിയത്, ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് ഈ ബിസിനസ്സിൽ കയറാനായിട്ട്. ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റിയിരിക്കുന്നു. അപ്പൊ എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു എൻക്വയറി വന്നതാണ്. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ ഹസ്ബൻഡ് ഭയങ്കര സ്കെപ്റ്റിക്കലാണ്. കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആകുന്നതിലാണ് പുള്ളിക്കാരന് പ്രശ്നമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്കിത് കണ്ടപ്പോഴത്തേനും ആൾക്ക് ആദ്യം അയച്ചു കൊടുക്കാനായിട്ടാണ് തോന്നിയത്. അപ്പൊ അവരോട് പറഞ്ഞു, നമുക്ക് ഇപ്പം ഏത് ഫീൽഡിലുള്ളവരാണെങ്കിലും എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉള്ളവരാണെങ്കിലും ഈ പ്ലാറ്റ്ഫോം അത്ര നമുക്ക് എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് തന്നിരിക്കുകയാണ്. നമുക്ക് ഏത് രീതിയിലും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നതിനുള്ള സപ്പോർട്ട് അവർ തരുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരാതെ തന്നെ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അത് വെച്ച് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഈ ബിസിനസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് നല്ലൊരു ചാൻസസ് ആണ്. എല്ലാവരും ഇത് വിനിയോഗിക്കണമെന്ന് ഞാൻ പറയുന്നു. അതെ, താങ്ക് യു സോ മച്ച് അനു. താങ്ക് യു. ഈ പറഞ്ഞ പോലെ ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നതെങ്കിൽ ഇനി അതും ഒരു കാരണമേ അല്ല. ബിക്കോസ് നമുക്കൊരു വളരെ സൂപ്പർബ് ആയിട്ടൊരു ട്രെയിനിങ് ആണ് അല്ലെ. പല പല സെഷൻസ് ആയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ആ ട്രെയിനിങ് ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഷോർട്ട് വീഡിയോസ് ആണ്, 2-3 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ആണ് ഓരോ വീഡിയോസും. അത് ഫേസ് കാണിക്കാണ്ടുള്ള മാർക്കറ്റിങ്ങിന്റെ, അല്ലെങ്കിൽ ഫേസ് കാണിക്കാതെ ഈ ബിസിനസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്താണ്, ഫേസ് കാണിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് ഒക്കെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ കൂടാതെ ഇപ്പൊ നിങ്ങൾ ഓർക്കും ഫേസ്ലെസ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നു, പക്ഷെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ ഓർക്കും. അപ്പൊ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. എസ്പെഷ്യലി AI ടൂൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ്. ആ ടൂൾസ് ആയിരിക്കും നിങ്ങളെ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നതും ഒക്കെ ഈ ട്രെയിനിങ്സിലൂടെ ആയിരിക്കും. ലൈക്ക് ഇപ്പൊ ChatGPT പോലെ ടൂളൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആണ്.
അപ്പൊ ആ ടൂൾസ് ഉപയോഗിക്കാം. പിന്നെ AI ജനറേറ്റഡ് വീഡിയോസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പല പല ആപ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സ്റ്റൈലിൽ എങ്ങനെ നമുക്ക് ഈ ബിസിനസ് ഗ്രോ ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഈ ട്രെയിനിങ്സിലൊക്കെ നമുക്ക് തരാൻ പോകുന്നത്. സോ നിങ്ങൾ സ്വന്തമായിട്ട് പോയിട്ട് ഒന്നും കണ്ടുപിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മുടെ ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇനി വരാൻ പോകുന്നത് ഫ്രാൻസിയാണ്. ഫ്രാൻസിക്ക് ഫേസ് കാണിക്കാൻ ഒരു മടിയുമില്ല, പക്ഷേ ഫ്രാൻസി വളരെ ഹാപ്പി ആയിട്ട് ഫേസ് കാണിക്കുന്ന ആളാണ്. പക്ഷെ ഫ്രാൻസിന്റെ അഭിപ്രായം കൂടി നമുക്ക് ചോദിക്കാം. എന്താണ് ഫ്രാൻസി, ഇങ്ങനെ ഒരു ട്രെയിനിങ് കണ്ടപ്പോൾ ഫ്രാൻസിക്ക് എന്ത് തോന്നി, ആൻഡ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഒരു മിനിറ്റ് ഫ്രാൻസി മ്യൂട്ട് ആണ്, ഒരു മിനിറ്റ് ഞാൻ മ്യൂട്ട് ചെയ്യാം. ഓക്കെ. Hi Melina, hi team. I hope everybody is doing great. നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ഡിജിറ്റൽ ബിസിനസ് ആണ്. നമ്മുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അതിനകത്ത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ തന്നെ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയിൽ. സോ ഒരു സംഭവമുണ്ട്, അതായത് എനിക്ക് ഒരു ബയർ വന്നായിരുന്നു, ഒരു എൻക്വയറി വന്നായിരുന്നു കുറച്ച് നാൾ മുന്നാണ്. പക്ഷെ അവർക്ക് സംസാരം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ബിസിനസ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു, പക്ഷെ പ്രോബ്ലം അവർക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് മാത്രമാണ് അവർ ആ ബിസിനസ് വേണ്ടാന്ന് വെച്ചത്. സോ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് ഫേസ്ലെസ് വീഡിയോ മേക്ക് ചെയ്യാനുള്ള എല്ലാവിധ ട്രെയിനിങ്ങും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതോടുകൂടെ 1-2 കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാണ്. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫേസ്ലെസ് ചാനൽ വീഡിയോസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് AI ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് ആകെ വേണ്ടത് ഒരു കണ്ടന്റ് ആണ്. കണ്ടന്റ് ChatGPT AI ടൂൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. ആ സെയിം കണ്ടന്റ് തന്നെ നമ്മൾ വേറെ AI ടൂൾ ആപ്പുകളുണ്ട്, അതിനകത്തോട്ട് പ്രോംപ്റ്റ് ചെയ്താൽ നമുക്കതിന് വേണ്ട എക്സാക്റ്റ് ഇമേജസ് ഇതെല്ലാം തരും. ഈവൻ നമ്മുടെ വോയിസ് പോലും നമുക്ക് യൂസ് ചെയ്യണമെന്നില്ല. അതിനകത്ത് തന്നെ നമ്മുടെ വോയിസ് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഫേസ്ലെസ് വീഡിയോ ഒരു ബ്യൂട്ടിഫുൾ കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഓൺലൈൻ ഡിജിറ്റൽ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഫേസ് കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുപോലെയൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫേസ്ലെസ് വീഡിയോ. അതിന്റെ എഫക്റ്റ് സെയിം തന്നെയായിരിക്കും, പക്ഷെ ഇവഞ്ച്വലി നമ്മൾ ഫേസ്ലെസ് വീഡിയോ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആണ് ശരിക്കും ബിൽഡ് ചെയ്യണത് നമ്മുടെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് വരും. നമ്മൾ റിയൽ ആയിട്ട് നമ്മുടെ ബ്രാൻഡ്, അതായത് നമ്മുടെ ബ്രാൻഡ് എന്താണോ അത് പബ്ലിക്കിൽ വന്ന് പറയാനുള്ള, മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി മെലീന പറയും. താങ്ക് യു സോ മച്ച്. ഫ്രാൻസി പറഞ്ഞത് ശരിയാണ്. ഫ്രാൻസി ചില ടൂൾസിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ബിസിനസ് ചെയ്യണം, ഫേസ്ലെസ് ആയിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്സ്. ഓക്കെ, സോ ഹോപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ, ഇതൊരു ചെറിയ സെഷനാണ്, 1-2 പേര് നമുക്ക് ലൈവ് കാണുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us live. And if you are interested to start this business, you can always connect with us. ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്താൽ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് അതിലും വലിയ കാര്യം. ഇപ്പൊ ഫ്രാൻസി ആണെങ്കിൽ ഇപ്പൊ പുറത്താണ്. കഴിഞ്ഞ ദിവസം കാർത്തിക നമ്മുടെ ലൈവ് ചെയ്തപ്പോൾ പുറത്തായിരുന്നു. ബട്ട് വി ആർ സ്റ്റിൽ റണ്ണിങ് ദിസ് ബിസിനസ്. ഇപ്പൊ ഞാൻ വീട്ടിലാണ്, കുറച്ചുപേര് വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കുറച്ചുപേര് പുറത്താണ്. അപ്പൊ നമ്മൾ പുറത്താണെങ്കിലും വീട്ടിലാണെങ്കിലും, ഇപ്പൊ അനുവാണെങ്കിൽ അനുവിന്റെ കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഇടയിലാണ് അനു ഇത് ചെയ്യണത്. നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഫ്ലെക്സിബിലിറ്റി ഈസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ബിസിനസ്. ആൻഡ് നോ മാറ്റർ വെയർ യു ആർ ആൻഡ് വാട്ട് യു ആർ ഡൂയിങ്, യു ക്യാൻ സ്റ്റിൽ റൺ ദിസ് ബിസിനസ് ആൻഡ് ഇൻ യുവർ കംഫർട്ട് സോൺ. അല്ലേ? So thank you so much everyone for coming, and I hope we have given some values. So we'll see you next week. Thank you everyone and have a beautiful day. Thank you Melina. Thank you everyone. Thank you Melina. Thank you all. Bye. Thank you all.